കേരളത്തിലെ ജയിലുകളിൽ നടക്കുന്ന സംഭവം എന്നാണ്. കണ്ണൂർ ജയിലിൽ മാത്രമല്ല, ആ ജയിലുകളെല്ലാം ജയിൽ ഉദ്യോഗസ്ഥന്മാർ തടവുകാരും തടവുകാരെല്ലാം ജയിൽ മേധാവികളുമായിട്ടാണ് അവിടെ വിലസുന്നത്. ഗോവിന്ദച്ചാമിയുടെ സംഭവം ഇന്ത്യയിൽ നടന്നിട്ടുണ്ടാവോ? അങ്ങനെ ഒരു സംഭവം എങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമിക്ക് അനായാസം പുറത്തുപോയി പട്ടണത്തിൽ കൂടി വിരസാൻ അവസരമുണ്ടാക്കി കൊടുത്തു? അതിന് കേസെടുത്തു. ഗോവിന്ദച്ചാമിക്കെതിരെ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ ജീവപര്യന്തം തടവിന് ശിക്ഷ ഒരു തടവുകാരനെതിരെ പോലീസ് കേസെടുത്തു. ആ കേസിൽ ആദ്യത്തെ ദിവസം തന്നെ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം കുറ്റം സമ്മതിച്ചാൽ ഏറി വന്നാൽ 2 കൊല്ലം തടവ്. ആ തടവ് അയാൾ ജയിലിൽ പോകേണ്ടി വരില്ല, അയാൾ എല്ലേ തന്നെ ജയിലിലാണ്. എന്തുകൊണ്ടാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗോവിന്ദച്ചാമിക്ക് അനായാസം പുറത്തു പോകാൻ അവസരമുണ്ടാക്കി കൊടുത്ത? അവിടെ ഒരു ലോക്കൽ സൂപ്പർവൈസർ ഉണ്ട്, അതുപോലത്തെ സെൽ മാനേജറുണ്ട്, ജയിൽ സൂപ്രണ്ടുണ്ട്, പ്രിസൺ മാനേജറുണ്ട്. ഇവരാരെയും പോലീസ് കേസെടുത്തില്ല. അവരെ കേസെടുത്തിട്ട് ശിക്ഷിപ്പിക്കേണ്ടതാണ്, അവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതാണ്. ഈ ഗോവിന്ദച്ചാമി പോലുള്ള ഹാർഡ് കോർ ക്രിമിനലിന് 1 വർഷം പാടുപെട്ട് അദ്ദേഹം ഈ വേല ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ സെല്ലിലെ ഈ ഇരുമ്പഴികൾ മുറിക്കാൻ വേണ്ടി. അത് ജയിൽ ഉദ്യോഗസ്ഥന്മാർ അറിയില്ല എന്ന് പറഞ്ഞാൽ അതിന് അവസരം ഒരുക്കി കൊടുത്ത കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉന്നതന്മാരെ പോലീസ് സ്പർശിക്കുന്നില്ല. പിന്നെ എല്ലാ വിചാരണയും കഴിഞ്ഞ് വിചാരണ കോടതി കഴിഞ്ഞ് ഹൈക്കോടതിയും കഴിഞ്ഞ് സുപ്രീം കോടതിയും കഴിഞ്ഞ് തടവ് ശരിവെച്ച് കഴിഞ്ഞാൽ, ശിക്ഷ ശരിവെച്ച് കഴിഞ്ഞാൽ അവർ ജയിലിലെത്തുന്നു. അവർ പിന്നെ കാണുന്ന എന്താണ്? അനായാസം അവർക്ക് പരോൾ ലഭിക്കുന്നു, അവരെ ശിക്ഷ ഇളവ് ചെയ്യുന്നു. കേരളം കണ്ട ഏറ്റവും വലിയൊരു ഭീകരാക്രമണമാണ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, BJP നേതാവായിരുന്ന KT ജയകൃഷ്ണന്മാരുടെ വധം. അതൊരു ടെററിസ്റ്റ് അറ്റാക്കാണ്. 15ഓളം കൊച്ചു കുഞ്ഞുങ്ങളെ മുന്നിൽ വെച്ച് ഒരു അധ്യാപകനെ വെട്ടി നുറുക്കിക്കൊന്നു. ആ അധ്യാപകന്റെ പുസ്തകത്തിലേക്കാണ് ചോരയും ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ പുസ്തകത്തിലേക്കാണ് ചോരയും തലച്ചോറും തെറിച്ച് വീണത്. ആ കേസിലെ തടവുകാരുടെ സ്ഥിതി നിങ്ങൾ അറിയുമോ? തലശ്ശേരി കോടതി തൂക്കി വിധിക്കാൻ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തു. ഹൈക്കോടതി അത് ശരിവെച്ചു. സുപ്രീം കോടതിയിൽ വിലപിടിപ്പുള്ള അഭിഭാഷകന്മാരെ വെച്ച് അത് ജീവപര്യന്തം തടവാക്കി. പിന്നെ നമ്മൾ കാണുന്ന എന്താണ്? ശിക്ഷ ഇളവ് ചെയ്തു കൊടുത്തു കേരള സർക്കാർ. അപ്പൊ കേന്ദ്രത്തിൽ മോഡി ബിൽക്കിസ് ബാനുവിനെ കൊന്ന കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്ത് മാന്യന്മാരായി മഹത്വവൽക്കരിക്കുമ്പോൾ, അവർക്ക് സ്വീകരണം നൽകുമ്പോൾ അതിനെ വിമർശിക്കുന്നവരാണ് കൊലക്കേസിൽ ഹാർഡ് കോർ ക്രിമിനലുകൾ കോടതി ശിക്ഷിച്ച സുപ്രീം കോടതി വരെ ശരിവെച്ച ഒരു തടവിനെ കുറിച്ചാണ് ഈ CPM-ന്റെ നേതാക്കന്മാർ പറയുന്നത്. അവർ നിരപരാധികളാണ്. അവർ കോടതിയിൽ ശിക്ഷിക്കപ്പെട്ടിട്ട് പിന്നീട് അവരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോടതിയിൽ നിരപരാധിത്വം തെളിയിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരെ മഹത്വവൽക്കരിക്കുകയാണ്. അപ്പൊ കണ്ണൂർ എന്ന് മാത്രം പറഞ്ഞുകൂടാ. കണ്ണൂരിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഭീകരതയ്ക്ക് ഉത്തരവാദി സംസ്ഥാനം ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ തലവനാണ്, ആ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അതാണ് താരക്കടയിലേക്ക് പെർക്കലേറ്റ് ചെയ്യുന്നത്. ഗോവിന്ദസ്വാമിക്ക് ഞാൻ അങ്ങയിലേക്ക് വരാം.